ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ? ഞാനിവിടെ സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ അല്ല കേട്ടോ, കുറച്ച് ദിവസം മുന്നേ എടുത്ത് വെച്ചൊരു വീഡിയോ ആയിരുന്നു. അപ്പം നമുക്കിവിടെ നല്ല മഴയും വെള്ളമൊക്കെ ആകുന്നുണ്ട്. അപ്പം നേരത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുറ്റമൊക്കെ നല്ല തെളിഞ്ഞ് നിന്ന് വെയിലൊക്കെ ഉള്ള സമയത്ത് ഞാൻ എടുത്ത് വെച്ചതാണ് കേട്ടോ. ഇപ്പം പക്ഷേ നമ്മുടെ ഇവിടെ കടവൊക്കെ നിറഞ്ഞ് കയറുന്നുണ്ട്. എപ്പോഴാണ് വെള്ളം കയറുന്നതെന്ന് അറിയത്തില്ല. ഈ പ്രാവശ്യം നേരത്തെയാണ് കേട്ടോ. അപ്പം ഭയങ്കര കാറ്റും മഴയൊക്കെയാണ്. അന്നേരം ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ദിവസമായി വീഡിയോ ഇടാഞ്ഞത്, നമുക്കിവിടെ കറണ്ടില്ല കേട്ടോ. കാറ്റും മഴയൊക്കെ വന്ന് ഇവിടുത്തെ മരങ്ങളെല്ലാം വീണ് കറണ്ടൊക്കെ പോയി. അപ്പം നമുക്ക് മൊബൈലിനകത്ത് ചാർജും ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ ഇന്ന് ഇപ്പം നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഒരു വീഡിയോ ആണ് ഇടുന്നത്. അപ്പം രാവിലെ നമുക്ക് കാപ്പിയൊടിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് എന്താണ് മീൻ കിട്ടിയായിരുന്നു കേട്ടോ. അന്ന് മേടിച്ചതാണ് മീൻ. പിന്നെ ഇങ്ങോട്ട് മീൻ വന്നിട്ടുമില്ല, വാങ്ങിയിട്ടുമില്ല, ഒന്നുമില്ല കേട്ടോ. അന്നേരം ഇനിയിപ്പം നമുക്ക് ആറ്റുമീനൊക്കെയാണ് മഴക്കാലത്ത് ഈ വലയൊക്കെ ഇടുന്നവർ തരും, അല്ലെങ്കിൽ നമ്മൾ വാങ്ങും കേട്ടോ. അല്ലാതെ കടമീനൊന്നുമില്ല. അങ്ങനെ ഞാൻ എൻ്റെ വറ്റക്കുഞ്ഞായിരുന്നു, അത് വെട്ടാൻ വേണ്ടി വന്നതാണ്. അപ്പം നമ്മുടെ കോഴിയും കോഴിക്കുഞ്ഞുങ്ങളും ഒക്കെ ഇങ്ങനെ വട്ടത്തിൽ നിൽക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് ഞാൻ വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര കാറ്റാണ്. അന്നേരം ഇപ്പോഴും കറണ്ടില്ല കേട്ടോ. ഇനിയിപ്പം എന്താണ് ഇവിടുത്തെ അവസ്ഥയെന്നൊന്നും അറിയാൻ പറ്റത്തില്ല കേട്ടോ. 2018 വെള്ളം പോലൊക്കെ വെള്ളം വരുമോ എന്നൊന്നും അറിയത്തില്ല. കാലവർഷമൊക്കെ ഈ പ്രാവശ്യം നേരത്തെയാണല്ലോ. അപ്പം എന്താണ്, ശരിക്കും പേടിയൊക്കെയാണ് കേട്ടോ. ഭയങ്കര കാറ്റാണ്. നമുക്ക് മഴയാണെങ്കിലും അത്രയും പേടിക്കണ്ട, കാറ്റ് ഭയങ്കര പേടി, അതുപോലെ കാറ്റാണ് കേട്ടോ. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ, കമൻറ്റൊക്കെ ഇടുക. അപ്പം വീഡിയോ ഒക്കെ ഫുൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള കുട്ടനാട്ടിലെ വിശേഷങ്ങളൊക്കെ കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വീഡിയോ കാണുക കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പം കുറേ കൂട്ടുകാരുടെ വീഡിയോ ഒക്കെ ഞാൻ കാണാനുണ്ട്. അന്നേരം നമുക്കിവിടെ കറണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് മൊബൈലിനകത്ത് ചാർജൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടൊക്കെയാണ്. അങ്ങനെ തന്നെ ഞാൻ തന്നെ മീനൊക്കെ വെട്ടിയെടുക്കുകയാണ്. ഇനിയിപ്പോൾ എന്താണ്, നമ്മൾ രാവിലത്തെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇതിപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴും കറണ്ടില്ല. ഇന്നലെ രാത്രി കറണ്ട് വന്നപ്പം കുത്തിയിട്ടതാണ് കേട്ടോ. അങ്ങനെ ഒക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പം എൻ്റെ കൂട്ടുകാരുടെ വിശേഷങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. നിങ്ങളുടെ അവിടെയൊക്കെ വെള്ളം ഉണ്ടോ, വെള്ളത്തിലെ പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളുടെ ജോലി ഇതാണ്. ചകഞ്ഞ് അവിടെ എല്ലാം ഇങ്ങനെ ചകയുക കേട്ടോ. അപ്പം കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ വാങ്ങിച്ചതൊക്കെ കൂട്ടിനകത്തിട്ടിരിക്കുക. ഇത് നമ്മൾ വിരിച്ചെടുത്ത കോഴിക്കുഞ്ഞുങ്ങളാണ് കേട്ടോ. അതിങ്ങനെ തള്ളയുടെ കൂടെ നടന്നിട്ട് 4 പുറവും ഇങ്ങനെ ചകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ കയറി വരുന്ന കൂട്ടത്തിലൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെ നമ്മുടെ വള്ളക്കാരൻ ചേട്ടൻ ഇന്നും വന്നിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു, വള്ളക്കാരൻ ചേട്ടൻ്റെ വീട് ഇവിടെ അടുത്താണോ? ഇവിടെ അടുത്തൊന്നും അല്ല കേട്ടോ. നമ്മുടെ എന്താണ്, നിങ്ങൾക്കൊന്നും അറിയത്തില്ല, പാണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പം ഇന്ന് വന്നു, വള്ളത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. പക്ഷേ നമ്മുടെ ഈ വോയിസ് കൊടുക്കുന്നതിൻ്റെ അന്നൊന്നും ഭയങ്കര വെള്ളമാണ് കേട്ടോ. ഇന്നൊന്നും വരത്തില്ല. അന്ന് വന്നപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ തന്നെ വാങ്ങി, അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ ഈ വള്ളത്തിൽ നിന്ന് തന്നെ വാങ്ങാറുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് താറാവ് മുട്ടയൊക്കെ ഞാൻ ഈ വള്ളത്തിൽ നിന്നാണ് വാങ്ങിക്കുന്നത് കേട്ടോ. ഈ നല്ല നാടൻ താറാവ് മുട്ട, കോഴിമുട്ട അങ്ങനെയൊക്കെ കിട്ടും. അങ്ങനെ രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പൂസാണ് ഇവിടെ ഇന്ന് വീഡിയോ എടുത്തിരുന്നത് കേട്ടോ. അന്നേരം അപ്പൂസിന് ഈ വള്ളത്തിൽ നിന്ന് മുട്ടായികൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ പുളിമുട്ടായി, പണ്ടത്തെ ഓരോ മുട്ടായികളൊക്കെ ഇല്ലേ, കപ്പലണ്ടി മുട്ടായി, അങ്ങനെയുള്ള കുറേ മുട്ടായികൾ ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ അവൻ വാങ്ങുവാണ്. എന്നിട്ട് അവിടെ വെച്ച് തന്നെ കഴിച്ചിട്ട് പിന്നെയും വാങ്ങും കേട്ടോ. എന്നിട്ട് കുറേ മേടിച്ച് ഇങ്ങനെ വെക്കും. അപ്പം കുഞ്ഞുങ്ങൾക്കൊക്കെ മഴക്കാലത്ത് ഒരു പ്രത്യേക വിശപ്പാണല്ലോ. ചോറും കറിയൊന്നുമല്ല വേണ്ട, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അപ്പൂസ് ഇതിനകത്തുനിന്ന് ആവശ്യമുള്ളതൊക്കെ എടുത്തു. അങ്ങനെ തന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇത് പോവാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ നിന്നും അത്രയും വെള്ളമില്ലായിരുന്നു. ഇപ്പം നമ്മുടെ കടവൊക്കെ കവിഞ്ഞ് കയറിയിട്ടുണ്ട് കേട്ടോ. അന്നേരം എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊന്നും കടയില്ലേന്ന്. ഇഷ്ടം പോലെ കടകളുണ്ട് കേട്ടോ.
കടകളിൽ നിന്നും ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങും, നമ്മുടെ വള്ളത്തിൽ നിന്നും വാങ്ങും കേട്ടോ. അന്നേരം നമ്മുടെ വീട്ടുവാതിക്കൽ ഇങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേനും നമുക്ക് വാങ്ങാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ തന്നെ അപ്പൂസ് സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് വരിക. ഞാൻ മുട്ടയൊക്കെ എടുത്തുകൊണ്ട് പോയി കേട്ടോ, കാരണം അവൻ ആ മുട്ട എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. അങ്ങനെ പിന്നെ ഞാൻ അകത്ത് വന്നു മീൻകറി വെക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അന്നേരം ഞാൻ ഉലുവാപ്പൊടി മേടിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒരു ടിന്നിനകത്തോട്ട് ഇട്ട് വെക്കുകയാണ് കേട്ടോ. അന്നേരം ഉലുവാപ്പൊടി കുറച്ച് ദിവസമായി ഇല്ലാതിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഈ വെള്ളമൊക്കെ വരുമ്പോഴാണ് ഇത് ഓർക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് പച്ച മാങ്ങ അരിഞ്ഞ് ഉപ്പ് പുരട്ടി വെച്ചിരിക്കുവാണ്. അച്ചാർ ഇട്ടില്ല ഇതുവരെ കേട്ടോ, 2-3 ദിവസമായി ഇങ്ങനെ ഉപ്പ് പുരട്ടി വെച്ചിരിക്കുവാണ്. അന്നേരം ഇതിൻ്റെ ഉപ്പ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഉപ്പ് വെള്ളമില്ലേ നമ്മൾ അച്ചാറിടുമ്പോഴത്തേനും അതിനകത്തേക്ക് ഒഴിച്ച് അച്ചാറിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ വേണ്ട ഞാൻ പിന്നെ മീൻകറി വെക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കി ഒന്ന് വഴറ്റി നമ്മുടെ പൊടികളൊക്കെ ഇട്ട് ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേനും മീനിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം അതൊന്നും വീഡിയോ എടുത്തില്ല, കറണ്ട് ഇല്ലായിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ. അന്നേരം എപ്പോഴും നമ്മൾ മീൻകറി വെക്കുന്ന പോലെ തന്നെയാണ് 2 തക്കാളിയൊക്കെ ഇട്ടാണ് വെച്ചത് കേട്ടോ. പിന്നെ കുറച്ച് ചൂട് ഇന്നലത്തെ ഇരിപ്പുണ്ടായിരുന്നു, അതും ഇതിനകത്തെ 2 മീനോടെടുത്ത് ഞാൻ പുരട്ടി വെക്കുകയാണ് കേട്ടോ വറക്കാൻ വേണ്ടി. ചോറൊക്കെ ഞാൻ രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് പിന്നെ ചോറിൻ്റെ പരിപാടിയൊന്നും കാണിച്ചിട്ടില്ല. അപ്പം ചോറൊക്കെ രാവിലെ ഇപ്പോൾ അങ്ങ് വെക്കും. ടിനോപ്പന് ചോറ് കൊണ്ടുപോകണമല്ലോ, അന്നേരം എന്തെങ്കിലും കറികളൊക്കെ ആയിട്ട് അവന് ചോറ് കൊടുത്തു വിടും. അപ്പം നമ്മുടെ മീൻ കറിയൊക്കെ റെഡിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, മീൻ വറക്കാനായിട്ടും വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ക്യാരറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അത് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സവാളയൊക്കെ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. കുറേ ക്യാരറ്റ് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അന്നേരം ക്യാരറ്റ് തോരനൊരു മധുരം ഉള്ളതുകൊണ്ട് വലിയ ഇഷ്ടമല്ല എനിക്ക്. പിന്നെ ഇതെങ്ങനെയും തീരണ്ടേ, അന്നേരം ഞാനത് കൊത്തി അരിഞ്ഞ് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അന്നേരം കുറച്ച് തേങ്ങാപ്പീരയൊക്കെ ഇട്ട് അതൊന്ന് ആവി വേവിച്ചെടുത്താൽ പെട്ടെന്നാവും ക്യാരറ്റ് തോരന്. അങ്ങനെ വേണ്ട അതൊക്കെ ഒന്ന് ആവിയിൽ വെന്ത് വന്നപ്പോഴത്തേന് ഞാൻ കുറച്ച് തേങ്ങാപ്പീരയോട് ഇട്ട് കൊടുത്തു. അപ്പം നമ്മുടെ ഉച്ചക്കത്തെ കറികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം മീൻ വറക്കാനേ ഉള്ളൂ. അപ്പം മഴക്കാറൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ, മഴ പെയ്യും. ഇനിയിപ്പം അത് കഴിഞ്ഞുള്ള വീഡിയോയിലൊക്കെ മഴയുടെയൊക്കെ കാണിക്കണമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ നമുക്ക് ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ, കാരണം കറണ്ട് ഇല്ലായിരുന്നല്ലോ. അങ്ങനെ ഞാൻ മഴ വന്നപ്പോൾ ഓടിപ്പോയി. നമ്മുടെ തേങ്ങ കുറച്ച് വെളിയിലിരിപ്പുണ്ടായിരുന്നു, നനഞ്ഞ് വാരി കയറി വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻകറി ക്യാരറ്റ് തോരനും ഒക്കെ ഉച്ചക്കത്തേക്കുള്ള റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം തുണിയൊക്കെ കഴുകണം കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഴയായതുകൊണ്ട് ഭയങ്കര മടിയാണ് പുറത്തെ ജോലികളൊക്കെ ചെയ്യാൻ. ഇത് കണ്ടോ, ഞാൻ പഴുപ്പിക്കാൻ വേണ്ടി പറിച്ച് വെച്ച മാങ്ങകളാണ് കേട്ടോ. എല്ലാം പഴുത്ത് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇനിയും പോളി ഒന്ന് കഴിക്കണം. അന്നേരം ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ.